Hi friends, welcome back to our channel Ruby's Unique Taste with a new video. ഞങ്ങളാണ് റൂബിയും ജേഡനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മസാല ദോശ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ജേഡന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് മസാല ദോശ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ചൂടായി ഇരിക്കുന്ന കടായിലോട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഒരു സബോള മീഡിയം സൈസ് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും പച്ചമുളകും 2-3 പച്ചമുളക്, ഒരു തണ്ട് കരിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ടതും, ഇച്ചിരി ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് വഴറ്റണം ആദ്യം മസാല തയ്യാറാക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഈ കൂട്ടെല്ലാം മസാലയുടെ സബോള എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ്. അത് നല്ലതായിട്ട് വഴണ്ടു വരണം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമുക്കത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒത്തിരി വേണ്ട, ജസ്റ്റ് സബോളയുടെ കളറൊന്ന് മാറി കിട്ടുന്നവരെ നമുക്ക് സബോള പെട്ടെന്ന് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സബോള പെട്ടെന്ന് നമുക്ക് വഴഞ്ഞ് കിട്ടും. ഒരു പകുതി വഴണ്ടായ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്തിന് മുമ്പേ നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കപ്പഴവും കൂടെ ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അത് നല്ലതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഞാൻ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആ 3 ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് തൊലി കളഞ്ഞ് വെച്ചിരിക്കണം നേരത്തെ. അപ്പം നമ്മുടെ സവോള ഇവിടെ നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ സ്വല്പം പെപ്പർ പൗഡർ, കുരുമുളക് പൊടി നല്ലതായിട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കൂട്ടിൻ്റെ അകത്തോട്ട്. ഇവിടെ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കുവാണ് നമ്മൾ. അപ്പം അതിൽ കൂട്ടിലോട്ട് എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് നല്ലതായിട്ട് പച്ചമണമൊക്കെ മാറിയൊക്കെ നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. അത് നല്ലതായിട്ട് ഉടച്ചുടച്ച് നമ്മുടെ മസാലയുമായിട്ട് ചേർക്കണം. നല്ലപോലെ ഉടച്ചു കൊടുക്കുക. എന്തെങ്കിലും സ്മാഷ് ചെയ്യുന്ന അതുണ്ടെങ്കിൽ അതും കൊണ്ട് സ്മാഷ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് മാഷായി അതുമായിട്ട് നല്ലതായിട്ട് അതിൻ്റെ മസാലയുമായിട്ട് നല്ലതായിട്ട് പിടിക്കണം. അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ മസാല ദോശയുടെ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിലാണെങ്കിലും 1-2 ദിവസത്തേക്ക് ഇരിക്കും. അപ്പം പിള്ളേർക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ രാവിലെ ടിഫിനിൽ കെട്ടാനോ എങ്ങനെ വേണേലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ ഡ്രൈ ആയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ മസാല ദോശയുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി മസാല ദോശ ഉണ്ടാക്കുന്നതിലോട്ട് പോകാം. ഞാനിവിടെ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വരുന്ന ദോശക്കല്ലിലോട്ട് നമുക്ക് എണ്ണ ഇച്ചിരി ഒഴിച്ച് ഓയിൽ ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓയിൽ നല്ലതായിട്ട് ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് പരത്തിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ദോശമാവ് പരത്തിയെടുക്കേണ്ട സമയമായിട്ടുണ്ട്. അത് കല്ലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ദോശക്കല്ല് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ദോശമാവ് ഒരു 1.5 സ്പൂൺ മതി, അധികം വേണ്ട. എൻ്റെ സ്പൂൺ ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് ഞാൻ 1.5 സ്പൂണൊക്കെ എടുക്കാറുള്ളൂ. അപ്പം നല്ലതായിട്ട് കൈവിടാതെ ഇട്ട് അത് നല്ല റൗണ്ട് ഷേപ്പ് ആകുന്നവരെ നല്ലതായിട്ട് ഇച്ചിരി വലിയതായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. മസാല ദോശയ്ക്ക് ഇച്ചിരി വലിയതായിട്ട് ദോശ ഉണ്ടാക്കുക. അതിൻ്റെ മേളിൽ ഇച്ചിരി നമ്മുടെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ മസാല ദോശ നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യം വരത്തില്ല. കാരണം നമ്മൾ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫില്ലിങ് അതിൻ്റെ അകത്ത് വെക്കുന്നത്. അതുകൊണ്ട് തിരിച്ചിട്ടിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് അടിഭാഗം നല്ലതായിട്ട് ക്രിസ്പി ആകുന്നവരെ നമ്മൾ അത് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. ജേഡന് വേണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടേക്കുവാണ്. ഇത്രയും നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതനുസരിച്ച് നിങ്ങൾ എന്തേരം മസാല ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചെയ്താൽ മതി. ജേഡന് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ അതിൻ്റെ അകത്ത് വെച്ച്
മസാല ഒരു സൈഡിൽ നിന്ന് മസാല വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ഒരു ഒനിയനെ നമുക്ക് സവോള, ചെറിയ സവോള നീളത്തിന് അരിഞ്ഞ് അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കണം. അത് കാണുമ്പോൾ നല്ല ഗാർണിഷായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ സവോള എടുത്ത് നീളത്തിന് കട്ടി കുറഞ്ഞ് അരിഞ്ഞ് അതിൻ്റെ മേളിൽ കൂടെ ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് കട്ടി കുറഞ്ഞ് നല്ല നീളത്തിന് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കും, കഴിക്കാനും നല്ല രസമായിരിക്കും. അതാ ഇതിൽ മസാലയിലിരുന്ന് വെന്ത് നല്ല ഇതായിട്ട് വന്നോളൂ. അത് നമുക്ക് അതിനെ നമുക്ക് മറിച്ച് മസാല ദോശയുടെ ഷേപ്പിലോട്ടാക്കണം. ഒരു സൈഡിൽ നിന്ന് ഇളക്കി കൊണ്ടുവരണം. ഒരു സൈഡ് ഇളക്കി നല്ലതായിട്ട് മടക്കി മസാലയിൽ പിടിക്കുന്ന മാതിരി വെച്ചിട്ട് സൈഡിൽ നിന്ന് എടുത്ത് മടക്കി നല്ല ത്രികോണാകൃതിയിൽ മടക്കി വെക്കണം. കണ്ടോ, നമ്മുടെ കയ്യിൽ വലിയ ദോശത്തവ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ മസാല ദോശയും പേപ്പർ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് മസാല ദോശ ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ മീഡിയം സൈസിലുള്ള തവയാണ്, അതുകൊണ്ടാണ് എൻ്റെ ഇത്രയേ ആവത്തുള്ളൂ, വലുതാവത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല ദോശയുടെ റെസിപ്പി. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അത് കമൻ്റൊക്കെ പറയണം. നിങ്ങൾ ഒത്തിരി പേര് കമൻ്റൊന്നും പറയുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുതേ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തിട്ടേ പോകാവുള്ളൂ. അപ്പം ശരി, നമുക്ക് ആദ്യത്തെ ദോശ നമുക്ക് നമ്മുടെ ജേഡന് തന്നെ കൊടുക്കാം. ജേഡനാണ് ദോശയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. കണ്ടോ, നമ്മുടെ ദോശ നല്ല മുരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, ടേസ്റ്റിയായിട്ട് ക്രിസ്പിയായിട്ട്. ജേഡനാണ് കൊടുക്കുന്നത്. ജേഡൻ കൊടുത്തു. ജേഡനോട് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പറയുവാണ്. കഴിച്ചിട്ട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ നമുക്ക് ജേഡൻ ടേസ്റ്റിംഗ് മസാല ദോശ. അവൻ എന്തുവാ പറയുന്നതെന്ന്. മസാല ദോശ പ്രിയനാണ് അവന്. അടിപൊളി എന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പോൾ ഇതിൽ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്.